പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് പരിശുദ്ധ ദൈവമാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. സങ്കീർത്തനങ്ങൾ 116, 12, 13. ഞാൻ ഷിബി ജിമ്മി. ഇതെൻ്റെ രണ്ടാമത്തെ മോളാണ് ജെസിക്ക ജിമ്മി, മോൻ ചാൾസ് ജിമ്മി. എനിക്ക് 3 മക്കളാണ്. മൂത്ത മോൾക്ക് വരാൻ സാധിച്ചില്ല. ഞങ്ങൾ പാലാ കാത്തഡ്രൽ ഇടവക്കാരാണ്. ഇപ്പോൾ ഞാൻ ജോലി സംബന്ധമായിട്ട് പാലക്കാട് നിന്നാണ് ഞങ്ങൾ വരുന്നത്. 2022 ജൂലൈയിൽ ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുമ്പോൾ ചെന്നൈയിലായിരുന്നു. ഞാൻ നേഴ്സാണ്. അവിടെ ഇപ്പോൾ പാലക്കാട് വർക്ക് ചെയ്യുന്നു. ആദ്യമായി എനിക്ക് കൃപാസനത്തെപ്പറ്റി അറിയുന്നത് 2022 പള്ളിയിൽ ഒരാൾ കൃപാസനം പത്രം തരുമ്പോഴാണ്. അപ്പോൾ കൃപാസനത്തെക്കുറിച്ചോ ഉടമ്പടിയെക്കുറിച്ചോ എനിക്കൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ആ പത്രം മുഴുവൻ ഞാൻ വായിച്ചു നോക്കി. കിട്ടിയ ഉടനെ തന്നെ വായിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അപ്പോൾ ഉടമ്പടിയും കാര്യങ്ങളും എന്താണെന്നും അതിലെ നിബന്ധനകൾ എന്താണെന്നും ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എനിക്കത് വളരെ നന്നായിട്ട് തോന്നി. അതിലെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തിയും. ആ സമയത്ത് വളരെയധികം പ്രയാസമുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ. കാരണം എൻ്റെ മൂത്ത മോൾ 2 വർഷമായി നീറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, MBBS അഡ്മിഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കൊറോണയൊക്കെ കഴിഞ്ഞ സമയമാണ്. എനിക്ക് ലീവ് കിട്ടാൻ വളരെയധികം പ്രയാസമാണ്. അങ്ങനെ നീറ്റ് എക്സാമിൻ്റെ തലേദിവസമാണ് എനിക്ക് ഉടമ്പടി എടുക്കുവാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്ന് ഉടമ്പടി എടുത്തു. പിറ്റേ ദിവസം എക്സാം. വിശുദ്ധ ഉപ്പും അതുപോലെ ഉടമ്പടി തൈലം, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി പുരട്ടിയാണ് മോളും പരീക്ഷയ്ക്ക് പോയത്. അങ്ങനെ ആ പരീക്ഷയിൽ അവൾക്ക് നല്ല വിജയം ലഭിച്ചു. അവളിപ്പോൾ സെൽഫ് ഫൈനാൻസിങ് കോളേജിലാണ് MBBS 4th ഇയർ പഠിക്കുന്നു. അവൾക്ക് വരാൻ സാധിച്ചില്ല. ഇത് എൻ്റെ രണ്ടാമത്തെ മോളാണ്. അവൾ +2 കഴിയാറായ സമയത്ത് +2വിന് ശേഷം എന്ത് പഠിക്കണം, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിക്കുമ്പോൾ അവളെ വെളിയിൽ കാനഡയിൽ ഞങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അവളെ നേഴ്സിങ്ങിന് വിടാമെന്ന് ഞങ്ങൾ ആലോചിച്ചു. മോൾക്ക് പക്ഷേ അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അവൾക്ക് മെഡിസിന് പോകണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അങ്ങനെ ആ വർഷം 2024 നീറ്റ് പരീക്ഷ എഴുതുകയും 2023 നീറ്റ് പരീക്ഷ എഴുതി അവൾക്ക് ഒരുവിധം നല്ല സ്കോർ ലഭിച്ചു. അപ്പോൾ അതിനി 1 വർഷം കൂടി പഠിച്ചെഴുതണമെന്ന് അവൾ ആഗ്രഹം പറയുകയും അതിനനുസരിച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അവളുടെ ഹാർഡ് വർക്കും ഉടമ്പടിയിലുള്ള ജീവിതവും വഴി നന്നായിട്ട് പരീക്ഷ എഴുതി. പക്ഷേ പരീക്ഷ കഴിഞ്ഞപ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ വളരെ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം കുരിശ് വരച്ച് ഉടമ്പടി ഉപ്പ്, വിശുദ്ധ ഉപ്പ് പരീക്ഷാ ഹാളിൽ ഇട്ടു. പക്ഷേ പരീക്ഷ എഴുതി വെളിയിലിറങ്ങിയപ്പോൾ ഭയങ്കര വിഷമത്തിലായിരുന്നു. 2024 എക്സാം എല്ലാവർക്കും അറിയാം, ചരിത്രത്തിലെ തന്നെ ഏറ്റവും ടഫായ എക്സാമാണ്. അപ്പോൾ എന്തോ ഒരു പ്രത്യാശ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എൻ്റെ ചേച്ചിയും സിസ്റ്റർ ഇൻ ലോയും ഉടമ്പടിയിലുള്ളവരാണ്. അവൾ മോൾക്ക് വേണ്ടി നിയോഗം വെച്ച് അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചു. അവർ പറഞ്ഞു, നീ ഒന്നും വിഷമിക്കണ്ട. ജോസഫ് അച്ഛൻ പറയാറില്ലേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മൾ സാക്ഷ്യങ്ങളിൽ കേൾക്കാറില്ലേ, എളുപ്പമുള്ള എല്ലാം ബുദ്ധിമുട്ടുള്ള പരീക്ഷയിലാണ് വിജയങ്ങൾ ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ നമ്മളെപ്പോഴും കേൾക്കാറുള്ളതല്ലേ. ആ വിശ്വാസത്തിൽ പ്രാർത്ഥനയോടെ ഞങ്ങൾ മുന്നോട്ട് പോയി. 2025 ആ അഡ്മിഷനിൽ മോൾക്ക് തെലങ്കാന ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. അവളിപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അവൾക്ക് പള്ളി അടുത്തുള്ള ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കണം, ഞായറാഴ്ചയെങ്കിലും പള്ളിയിൽ പോകാനൊരു അവസരം കൊടുക്കണം. 5 വർഷം കഴിയുമ്പോൾ പള്ളിയില്ലാതിരുന്നാൽ എന്താകും? അപ്പോൾ അതുപോലെ തന്നെ അമ്മ 2 സിസ്റ്റർമാർ, ഒരു ചെറിയൊരു കോൺവെൻ്റ്, ഒരു സ്കൂളും അടുത്തുള്ള ഒരു സ്ഥലത്താണ് അവളുടെ കോളേജ്. ആ സിസ്റ്റേഴ്സ് എല്ലാ ഞായറാഴ്ചയും അവർ വന്ന് മോളെ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുപോയാക്കുകയും ചെയ്യും. അതൊരു വലിയ ദൈവകൃപയാണ്. അതിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ അവളുടെ അഡ്മിഷൻ്റെ സമയത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കാതെ വന്നു. ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ലാസ്റ്റ് ഡേറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വളരെയധികം പ്രയാസം, വളരെ മാനസികമായിട്ട് ഭയങ്കര വിഷമമായി. ഇത് അപ്ലോഡ് ചെയ്തില്ല, എന്ത് ചെയ്യും? അപ്പോൾ ഞാനിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുട്ടുമേ നിന്ന് ഉതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എൻ്റെ കൂടെ
കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുവാനും ഞങ്ങൾ പള്ളിയിൽ പോകാനും ഒക്കെ ഒരുമിച്ച് വരുന്നൊരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ കാര്യം എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ ചേച്ചിയെ വിളിച്ചു, ഇങ്ങനെ പറഞ്ഞു, എന്ത് ചെയ്യും, ഇത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഒരു 5-6 വീട് അപ്പുറത്താണ്, ഞങ്ങളവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒത്തിരി ദൂരെയുള്ള, അതായത് അടുത്തുള്ളവരെ അത്ര പരിചയമില്ല, തൊട്ടടുത്തുള്ളവരെ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഈ കുട്ടിയെ പറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളവിടെ അന്വേഷിച്ച് ചെന്നു. അപ്പോൾ ആ കുട്ടിയെ കണ്ടു. ആ കുട്ടി 1 മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു തന്നു. അമ്മയുടെ അനുഗ്രഹത്തിനും ഈശോ ഞങ്ങൾക്ക് എൻ്റെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് ഞങ്ങൾ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങൾ ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു. ഇത് മോനാണ്. അവനിപ്പോൾ +2 എക്സാം കഴിഞ്ഞു. ഞങ്ങൾ ചെന്നൈയിലായിരിക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ വരുവാണ്. 10ാം ക്ലാസ്സിലേക്ക് കയറുമ്പോഴാണ് ട്രാൻസ്ഫർ ആയത്. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. അവന് 10ലേക്ക് വരുവാണ്, അതുപോലെ 12 എങ്ങനെയാകുമെന്നറിയില്ല. അതുപോലെ പുതിയ സ്ഥലമാണ്. 10ാം ക്ലാസ്സിലെ അഡ്മിഷൻ്റെ സമയത്ത് ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. അതെല്ലാം ഈ ഉടമ്പടിയിലുള്ള ജീവിതം 2022 മുതൽ ഉടമ്പടിയിൽ തന്നെയാണ് ഞാൻ നിലനിൽക്കുന്നത്. അതൊരു വലിയ ധൈര്യമാണ്, വലിയൊരു പ്രത്യാശയാണ്. അങ്ങനെ ഇവിടെ വന്നു. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും നല്ല വിജയം നൽകി അമ്മയും ഈശോയും ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞുവല്ലോ ട്രാൻസ്ഫറിൻ്റെ ചെന്നൈയിലായിരുന്നുവെന്ന്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം രണ്ടാമത്തെ മോള് +2 പഠിച്ച് +2 എൻഡായി. മോന് 9ൽ നിന്ന് 10ലേക്ക് കയറുന്ന സമയമാണ്. അപ്പോൾ ട്രാൻസ്ഫർ വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ള എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെയധികം വിഷമത്തോടുകൂടി ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് മാതാവിനോട് ഞാൻ പറഞ്ഞിട്ട് പോയി, അമ്മേ, തക്ക സമയത്ത് എനിക്ക് ഉടമ്പടി ട്രാൻസ്ഫർ നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ കുട്ടികളുടെ പഠനത്തെ ബാധിക്കാതെ, അവരുടെ ഭാവിയെ പഠനത്തെ ഒന്നും ബാധിക്കാതെ സമയത്തിന് തന്നെ എനിക്ക് ട്രാൻസ്ഫർ തരണം എന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് പോയി. ഉടമ്പടി പുതുക്കി ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫറിൻ്റെ ഓർഡർ വന്നു. അപ്പോൾ ജനുവരി മാസമാണ്, മാർച്ചിൽ എക്സാം വരുവാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഉടനെ തന്നെ ഞങ്ങളുടെ MD പോയി കണ്ടു. ആ സാറ് എനിക്ക് പെർമിറ്റഡ് എന്ന് എഴുതി തന്നു, എക്സ്റ്റൻഷൻ തന്നു. എക്സാം കഴിയുന്നത് വരെ അവിടെ നിൽക്കുവാനും അനുവദിച്ചു. ആ സമയത്തിനുള്ളിൽ കുട്ടികളുടെ TC വാങ്ങിക്കുവാനും അവൻ്റെ അഡ്മിഷൻ ശരിയാക്കുവാനും അതുപോലെ ട്രാൻസ്ഫറിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ചെയ്യുവാനും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞങ്ങൾ പാലക്കാട് ട്രാൻസ്ഫർ വന്നു. തിരികെ എനിക്ക് ചെന്നൈക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അതുപോലെ എനിക്കുണ്ടായ ഒരു രോഗസൗഖ്യമാണ്. ഞങ്ങൾക്ക് മെഡിക്കൽ ചെക്കപ്പ് എല്ലാ വർഷവും ഉണ്ട്. അങ്ങനെ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടക്കുമ്പോൾ എൻ്റെ ബ്രസ്റ്റിൽ 2 സൈഡിലും തടിപ്പ് പോലെ കാണപ്പെട്ടു. അപ്പോൾ മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് കൂടി കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു തടിപ്പുണ്ടായത് അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അപ്പം മാമോഗ്രാം ചെയ്യാമെന്ന് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ നാളെ തന്നെ വരാം, നമുക്ക് വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആ ഡോക്ടർ എന്നെ കണ്ടപ്പം ചോദിച്ചു, എന്താ ഈ സ്കാൻ ചെയ്തോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, നാളെ ഹസ്ബൻഡ് വന്നിട്ട് രാവിലെ പോകാനിരിക്കുകയാണ്. അപ്പം പറഞ്ഞു, ഡിലേ ചെയ്യണ്ട, ഉടനെ തന്നെ സ്കാൻ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം എനിക്കാണെങ്കിൽ ഇതൊക്കെ എല്ലാം കേട്ടപ്പോൾ, നമ്മൾ മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ടായിരിക്കും കുറച്ച് ടെൻഷൻ കൂടും. അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പേടി, ഇനി എന്താകും റിസൾട്ട് എന്നറിയില്ല. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന സമയമാണ്. അപ്പം ഞാൻ പ്രാർത്ഥനയിൽ തന്നെയാണ്, ഉടമ്പടിയിലാണ്. അപ്പോൾ ഞാൻ ഓർത്തു, ഉടമ്പടി എടുത്ത മകളല്ലേ, ഒരു പ്രത്യാശ, ഒരു ധൈര്യവും എനിക്കുണ്ടായി. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം പിറ്റേ ദിവസം പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം പുരട്ടി ഞാൻ തനിയാണ് മാമോഗ്രാം ചെയ്യാൻ പോയി. മാമോഗ്രാം കഴിഞ്ഞു, അൾട്രാസൗണ്ട് ചെയ്തു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഒന്നും പേടിക്കാനില്ല, 100% ഇത് സിസ്റ്റാണ്, ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറാനുള്ളതേ ഉള്ളൂ. അതൊരു ചെറിയ ട്രീറ്റ്മെൻറ്റ് വഴിയായിട്ട് ആ രോഗസൗഖ്യം എനിക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് രോഗസൗഖ്യം നൽകി അനുഗ്രഹിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകോടി നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് എൻ്റെ അണപ്പല്ല് ദ്രവിച്ച് അത് എടുക്കേണ്ട ഒരവസ്ഥയിലായിരുന്നു. ഞാനിങ്ങോട്ട് ട്രാൻസ്ഫർ വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് എടുക്കുമ്പോൾ മുകളിലത്തെ ഭാഗം അടന്നു പോവുകയും റൂട്ട് ചിലപ്പോൾ അവിടെ ഇരുന്ന് പോകാനുള്ള സാധ്യതയുണ്ട്, കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്, അതുകൊണ്ട് കീറി എടുക്കേണ്ടി വരും, സ്റ്റിച്ച് ഇടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു.
ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കിനി അത് സ്റ്റിച്ചിട്ട് അതെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്, വേദനയാണ്. അതുപോലെ ഈ വിസ്ഡം ടീത്താണ്, അതുകൊണ്ട് അതിന് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. നമ്മൾ മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് അത് വേറെ ടെൻഷൻ. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചിട്ട് പോയി. ഒരു പ്രയാസവും കൂടാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ആ പല്ലെടുക്കുവാനും ഒരു പ്രയാസവുമില്ലാതെ അത് ഉണങ്ങുവാനും സാധിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നു. ഇനി എൻ്റെ ദേഹത്തൊരു കുരു ഉണ്ടായി. അപ്പോൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് എക്സിഷൻ ചെയ്ത് ബയോപ്സിക്ക് അയക്കാം, അല്ലെങ്കിൽ ഞാൻ മരുന്ന് എഴുതി തരാം, അത് കഴിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അറിഞ്ഞില്ല ആ കുരു പിന്നീട് അതവിടെ ഇല്ല. ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. എൻ്റെ പേഷ പ്രവർത്തനം, പത്രം വാങ്ങിക്കൊണ്ട് പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ, ട്രെയിനിൽ, അതുപോലെ ബസ് സ്റ്റാൻഡ്, ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ആശുപത്രികളിലെല്ലാം കൊടുക്കും. ആദ്യമൊക്കെ കൊടുക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങളെല്ലാം എനിക്ക് അനുഭവമുള്ളതാണ്. എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും കൊടുക്കും. ചിലരൊക്കെ വാങ്ങിക്കും. ചിലർ വാങ്ങിക്കാത്തവരോട് ഞാൻ പറയും, സാരമില്ല, യൂട്യൂബിൽ നോക്കിയാൽ ഇതിൻ്റെ സാക്ഷ്യങ്ങൾ ഈ പേപ്പറിലുള്ളതെല്ലാം കാണാൻ സാധിക്കും, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നോക്കിയാൽ മതി, കുഴപ്പമില്ല, പേപ്പർ വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോരും. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ 3 വർഷമായിട്ട് ഒരു ഓൾഡ് ഏജ് ഹോമിൽ, ഞാൻ അവിടെ പാലക്കാട് വന്നതിന് ശേഷം അവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു സ്ഥലത്ത് ഇതുപോലെ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ പോകാൻ തുടങ്ങിയത് മുതൽ ഇപ്പോൾ വരെയും സാധിക്കുന്ന ആഴ്ചയിൽ, എല്ലാ ആഴ്ചയിലും സാധിക്കാറില്ല, സാധിക്കുന്ന എല്ലാ ആഴ്ചയിലും അവിടെ പോയി അവർക്ക് വേണ്ട ശുശ്രൂഷകൾ, അവൾക്ക് മരുന്ന് കൊടുക്കുന്നത്, ഡ്രസ്സിങ് ചെയ്യുന്നത്, അതുപോലെ ഇഞ്ചക്ഷൻ വേണ്ടെങ്കിൽ അത്, പിന്നെ കുളിപ്പിക്കുന്നത്, നഖം വെട്ടുന്നത്, കാലിലെ നഖം വെട്ടുക, പിന്നെ മുടി വെട്ടുക, ഇങ്ങനെ ഭക്ഷണം കൊടുക്കുക, വിളമ്പി കൊടുക്കുക, ഇതങ്ങനെ സാധിക്കുന്ന കാര്യങ്ങൾ പോയി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ആശുപത്രികളിൽ സന്ദർശിക്കാറുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ക്യാൻസർ വാർഡിലൊക്കെ പോയി ചെയ്യുന്നുണ്ട്. ഭക്ഷണപ്പൊതി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ ഉടമ്പടി എടുത്തതിൽ പിന്നെ നമ്മുടെ മനോഭാവത്തിൽ മാറ്റമുണ്ട്. എനിക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് നേരത്തെയും എനിക്കത് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഇതുപോലെ നമ്മളൊരു സമയം കണ്ടെത്തി അതിനുവേണ്ടി മിനക്കെട്ട് ഇറങ്ങാറില്ല, അതാണ് സത്യം. ഇപ്പോൾ ഉടമ്പടിയിലായതിൽ പിന്നെ അതൊരു ആവേശത്തോടെ, അല്ല അത് ചെയ്യണം അത് എന്ന് വിചാരത്തോടു കൂടി ചെയ്യുന്നുണ്ട്. അത് തുരുമ്പും കീടങ്ങളും നശിപ്പിക്കാത്തതും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാത്തതുമായി സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സൂക്ഷിച്ചു വെക്കുമെന്ന യേശുവിൻ്റെ വചനം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ഓരോ കാരുണ്യ പ്രവൃത്തിയിലും നമുക്ക് മനസ്സിലാകും. നമ്മുടെ സമ്പാദ്യമൊന്നുമല്ല നമ്മളുടെ നിക്ഷേപം, നമ്മളുടെ ഈ കാരുണ്യ പ്രവൃത്തികളാണ് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്നത്. അതുപോലെ അത് വളരെയധികം എന്നെ സ്പർശിച്ചതാണ്. ജീവിതത്തിൽ പ്രയാസമുണ്ടാകുമ്പോൾ കർത്താവ്, ഞാനാണ് നിൻ്റെ ദൈവം, നീ സംഭ്രമിക്കേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാനാണ് നിൻ്റെ ദൈവം, എൻ്റെ വിജയകരമായ വലത്ത് കൈ നിന്നെ താങ്ങി നിർത്തുമെന്ന വചനം ഞാൻ 2-3 പ്രാവശ്യം തന്നെ പറയും. അപ്പോൾ ഒരു പ്രത്യേക ഒരു ആത്മീയ ശക്തി എനിക്ക് ലഭിക്കും. അങ്ങനെ തിരുവചന വായനയിൽ അച്ഛൻ പറഞ്ഞതുപോലെ വായിക്കാറുണ്ട്. ചിലപ്പോൾ എല്ലാ ദിവസവും വായിക്കാൻ പറ്റാത്ത ദിവസം ഓഡിയോ ആണ് കേൾക്കാറുള്ളത് കൂടുതലും. ജോലി ചെയ്യുമ്പോഴാണെങ്കിലും കേൾക്കാമല്ലോ. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും മുടക്കാതെ കൂടാറുണ്ട്. രാവിലെയുള്ള പ്രാർത്ഥന, വൈകിട്ടത്തെ പ്രാർത്ഥന, സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാറുണ്ട്. എന്നും പോകാൻ സാധിക്കാറില്ല, കാരണം ഡ്യൂട്ടി ഷിഫ്റ്റ് ആയതുകൊണ്ട് പറ്റുന്ന എല്ലാ ദിവസവും കുർബാനയിൽ പോകും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നു. അതിനുവേണ്ടി സമയം കണ്ടെത്താറുണ്ട്. നേരത്തെ അങ്ങനെ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തി പോകാറില്ല, അങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ കുമ്പസാരിക്കുന്നു, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ജീവിത വിശുദ്ധിയിൽ നമ്മൾ വളരാനും മറ്റുള്ളവരിൽ യേശുവിനെ കാണുവാനും അതുപോലെ യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും ഈ ഉടമ്പടി എന്നെ സഹായിച്ചു എന്നതാണ് എനിക്ക് പറയുവാനുള്ളത്. യേശോയ്ക്കും ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോയ്ക്കും അമ്മയ്ക്കും കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഈ ഉടമ്പടിയിൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. നിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും. കർത്താവ് നിൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. സങ്കീർത്തനം 20:5. നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ഉടമ്പടിയിൽ
ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് അവയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതം വിജയത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും പതാകയായി മാറുകയാണ്. ഏത് സാഹചര്യങ്ങളായാലും ഒരു പക്ഷേ പരീക്ഷകളാവാം, ഇൻ്റർവ്യൂകളാവാം, രോഗാവസ്ഥയാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം. ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം വിജയത്തിലേക്കാണ്, ദൈവകൃപയിലേക്കാണ് ഉടമ്പടിയിലൂടെ നമ്മെ നയിക്കുന്നത്. ആ തിരിച്ചറിവാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷ്യമായി മാറുന്നത്. ഷിബി ജിമ്മി എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ തൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും, അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കുമെന്ന വചനം എത്രയോ വ്യക്തമാണ്. കാരണം കുടുംബസഹിതം കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെന്നൈയിൽ വെച്ച് കൃപാസനത്തിൻ്റെ ഒരു പത്രം ലഭിക്കുകയും ഒരു പള്ളിയിൽ വെച്ചാണ് ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിഞ്ഞത്, ആ പത്രത്തിലൂടെ. പിന്നീട് ഇവിടെ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുകയും മക്കൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യം നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. 2 മക്കൾക്കും MBBS പോകുവാനായിട്ട് ആദ്യം മൂത്ത മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തിരുവനന്തപുരത്ത് നീറ്റ് എക്സാം പാസ്സായി MBBS അഡ്മിഷൻ ലഭിച്ചു. ഇപ്പോൾ 4th ഇയർ MBBS പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്മ പറഞ്ഞത്, എൻ്റെ മക്കളുടെ പഠിത്തം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. ദൈവത്തിൻ്റെ കൃപയാലാണ് എൻ്റെ മക്കൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നു എന്നാണ്. ഇളയ മകൾക്കും അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തു, കാത്തിരുന്നു. മൂത്ത മകൾ 2 വർഷത്തോളം കാത്തിരുന്നു. പിന്നീടാണ് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. അവിടെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ടാണ് മകൾക്ക് അഡ്മിഷൻ ലഭിച്ചത്. 2ാമത്തെ മകൾക്കും അതുപോലെ തന്നെ നീറ്റ് എക്സാം എഴുതി. വളരെ ടഫായിരുന്നു. 2024 എക്സാം നമുക്കറിയാം, വളരെ ഡിഫിക്കൽട്ടായിരുന്നു. അവിടെയും ഈ മക്കൾ 2 പേരും നീറ്റ് എക്സാമിന് പോയപ്പോൾ വെഞ്ചരിച്ച ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് ഈ 2 മക്കളും നീറ്റ് എക്സാമിന് പോയതും. അവിടെ പരീക്ഷയ്ക്ക് ടഫായ എക്സാം പോലും വിജയം നൽകി ഇവർക്ക് നല്ല റിസൾട്ടോടു കൂടി പാസ്സാകാൻ സാധിച്ചെങ്കിൽ ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് മക്കളുടെ കഴിവ് കൊണ്ടല്ല, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ലഭിച്ച കൃപ കൊണ്ടാണ്, ഈശോയിൽ നിന്ന് ലഭിച്ച കൃപ കൊണ്ടാണെന്നാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇന്ന് 2 മക്കളും MBBS കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇളയ മകന് വേണ്ടി പ്രാർത്ഥിച്ചത് ക്ലാസ് 10-നും +2-നും നല്ല വിജയം നൽകി പാസ്സാകണമെന്നാണ്. അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗത്താൽ വിശ്വാസത്തോടെ പ്രാർത്ഥന ചൊല്ലി പ്രയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ മക്കൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ നന്ദി പറയുവാനായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഷിബി എന്ന സഹോദരിയും ട്രാൻസ്ഫറിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ എങ്ങനെ ട്രാൻസ്ഫർ ലഭിക്കുമെന്നറിയില്ല. മക്കളുടെ പഠനവും എല്ലാം നോക്കിയും കണ്ടും അമ്മ ക്രമീകരിച്ച് നൽകണേ എന്നാണ് പ്രാർത്ഥിച്ചത്. തക്ക സമയത്ത് തന്നെ അമ്മയുടെ ഹിതമനുസരിച്ച് വിട്ടതിനാൽ അമ്മയുടെ ഇഷ്ടമനുസരിച്ച് എല്ലാം നല്ല രീതിയിൽ തന്നെ അമ്മ ക്രമീകരിച്ച് കൊടുക്കുകയാണ് ഇവിടെ ജീവിതത്തിൽ. അങ്ങനെ കിട്ടിയ ട്രാൻസ്ഫർ എക്സ്റ്റൻഷൻ ചെയ്ത് ക്രമീകരിച്ച് കൊടുത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ് ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൽ നമുക്ക് വ്യക്തമാക്കുന്നത്. തക്ക സമയത്ത് നമ്മുടെ കൂടെയുള്ള അമ്മ, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന അമ്മ, കൃപാസനം അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് ട്രാൻസ്ഫർ കിട്ടി. അതിനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുകയാണ്. രോഗസൗഖ്യങ്ങളെല്ലാം ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗത്തിലൂടെയാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവും വെഞ്ചരിച്ച ഉപ്പും തേനും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ സഹോദരൻ മെഡിക്കൽ ഫീൽഡിലാണ്, നല്ല ജോലിയുണ്ട്. പക്ഷെങ്കിൽ കൂടുതലും എല്ലാ രോഗത്തിനും എന്ത് പ്രശ്നം വന്നാലും, രോഗാവസ്ഥയിൽ ശാരീരികമാണെങ്കിലും മാനസികമായാലും എന്ത് പ്രശ്നം വന്നാലും, കുട്ടികളുടെ പരീക്ഷ ആയാലും ശാരീരിക പ്രശ്നമായാലും എല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് കൂടുതൽ ആശ്രയം. അങ്ങനെ ബ്രസ്റ്റിലുണ്ടായിരുന്ന തടിപ്പും പല്ലുവേദനയും ശരീരത്തുണ്ടായിരുന്ന ഒരു ഗ്രോത്തുമെല്ലാം അമ്മയുടെ ഈശോയുടെയും കൃപയാൽ പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിച്ചതായിട്ടാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടിയിൽ വന്നതിൽ പിന്നെ കൂടുതൽ തീഷ്ണതയോടെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാനും ആ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഈശോയും അമ്മയും കൂടുതൽ മറ്റുള്ളവരിൽ അറിയിക്കുവാനുമുള്ള ഒരു ശ്രമമാണ് ഈ കുടുംബം ഇന്ന് നടത്തുന്നത്.